Hello and welcome to Ensign Study Circle Previous Year NTSC Question Paper Discussion Part 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നുള്ള 20ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, In a row of girls, Shobha and Geeta occupy 9th place from the right end and 10th place from the left end respectively. ശോഭയും ഗീതയും ഇരിക്കുന്നുണ്ട്. ശോഭ വലതുവശത്ത് നിന്ന് 9ാമതും ഗീത ഇടതുവശത്ത് നിന്ന് 10ാമതുമാണ്. സോ നമ്മൾ ഈ തന്നിരിക്കുന്ന ഗ്രീനിൽ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ റോ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. സോ ഇവിടെ ശോഭയുണ്ട്. ശോഭ ഇടതുവശത്ത് നിന്ന് 9ാമതാണ്. ശോഭയും ഗീതയുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള ആളായിരിക്കും 9th place from the right. കാര്യം ഇത് ഫസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഇത് ശോഭയുടെ പൊസിഷനാണ്. സോ ഗീത ഈസ് അറ്റ് 10th place from the left. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗീത ഇടതുവശത്ത് നിന്ന്, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റോയുടെ, ഇത് റൈറ്റ്. സോ ഇനീഷ്യലി അവരിങ്ങനെയാണ് ഉള്ളത്. ഇനി എന്താ ചെയ്യുന്നത്? ഇഫ് ദി ഇന്റർചേഞ്ച് ദെയർ പ്ലേസസ്, സ്ഥാനങ്ങൾ എന്താണ് ചെയ്യുന്നത്? പരസ്പരം മാറുകയാണ്. ശോഭയും ഗീതയും എന്ത് ചെയ്യുന്നു? യഥാക്രമം വലതുവശത്ത് നിന്ന്. സോ ശോഭ വലതുവശത്ത് നിന്നും 17ാമതും ശോഭ വലതുവശത്ത് നിന്ന് 17ാമതും, ഇതാണ് റൈറ്റ് സൈഡ്. വലതുവശത്ത് നിന്ന് ശോഭ എത്രാമതാണ്? 17ാമത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ആരോ മാർക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഗീതയോ? ഗീത ഇടതുവശത്ത് നിന്ന് 18ാമതുമാണ്. ഗീത ഇടതുവശത്ത് നിന്ന് 18ാമതുമാണ്. ആദ്യം ഗീതയുടെ സ്ഥാനം ഇവിടെയായിരുന്നു, കാണിച്ചിട്ടുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം സ്ഥാനം മാറിയിരുന്നു. ഓക്കെ, ശോഭ ഇങ്ങോട്ടിരുന്നു, ഗീത ഇപ്പുറത്തോട്ടിരുന്നു. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഗീതയുടെ സ്ഥാനം ഇടതുവശത്ത് നിന്ന് 18ാമത് വന്നു, ശോഭയുടെ സ്ഥാനം വലതുവശത്ത് നിന്ന് 17ാമതും വന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ റോ എന്നുള്ളതാണ് ചോദ്യം. ഈ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട് എന്നുള്ളത്. ഈ പൊസിഷൻ ഒരേ സെയിം പൊസിഷൻ ആണല്ലോ. ആദ്യം അവിടെ ശോഭയായിരുന്നു, പിന്നീട് അവിടെ ഗീതയിരുന്നു. ഈ ഒരു പൊസിഷൻ. ഓക്കെ, അപ്പം ഈ ഒരു പൊസിഷനിൽ ശോഭയ്ക്ക് ശേഷം ഇവിടെ എത്ര ആളുകളുണ്ട്? എത്ര ആളുകളുണ്ടായിരിക്കും? ശോഭ വലതുവശത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയപ്പോൾ 9ാമതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ശോഭയ്ക്ക് മുമ്പ് ഈ വരിയിൽ 8 ആളുകളുണ്ടാവും. അപ്പം ഇവിടെ ഗീതയ്ക്ക് ശേഷവും ഇവിടെ എത്ര പേരുണ്ടായിരിക്കും? 8 ആളുകൾ തന്നെ ഉണ്ടായിരിക്കും. ഗീത ഇടതുവശത്ത് നിന്ന് 18ാമതാണ്. സോ ഗീത ഉൾപ്പെടെ 18 പേരുണ്ട്. അതിനുശേഷം 8 പേരും കൂടെ ഉണ്ട്. ടോട്ടൽ എത്ര വരും? 18 + 8, 18 + 8 ഈസ് ഈക്വൽ ടു 26. ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ അതെന്ത് ചെയ്യുക? ചിത്രരൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിനെ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു. ഓക്കെ, പിന്നെ ആ 2 കഷ്ണങ്ങളും ചേർത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ 2ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 പീസ് പേപ്പർ കിട്ടും അല്ലേ? ഇനി വീണ്ടും അതിനെ ഒരുമിച്ച് വെച്ചിട്ട് 2ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ നമുക്ക് 8 പീസ് പേപ്പർ കിട്ടും. അങ്ങനെ 9ാമത്തെ കട്ടിങ്ങിൽ നമുക്ക് എത്ര പീസ് പേപ്പർ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇത് 2ന്റെ ഫസ്റ്റ് പവറാണ്, 2⁻1. 2⁻1 ഈ 2 എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ മുറിയിൽ ഫസ്റ്റ് മുറിക്കലിൽ നമുക്ക് 2 എണ്ണമാണ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ മുറിക്കൽ എന്ന് പറയുമ്പോഴോ എത്ര എണ്ണം കിട്ടുന്നു? 2⁻2. 4 = 2⁻2 ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ മുറിക്കുമ്പോഴോ കട്ട് ചെയ്യുമ്പോഴോ നമുക്ക് 2⁻3. കണ്ടോ? 8. അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് 9th കട്ടിങ്ങിൽ 2⁻9 ആയിരിക്കില്ലേ? നമുക്ക് അത്രയും പീസസ് നമുക്ക് കിട്ടിയില്ലേ? എത്ര വരും അത്? 5, 1, 2. നമ്മൾ 2ന്റെ പവേഴ്സ് 10 വരെയുള്ള പവേഴ്സ് എല്ലാം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഒന്നുമില്ല, 2, 4, 8, ദെൻ 16, പിന്നെയോ 32, 64, 128, 256, 512, ദെൻ 1024. ഓക്കെ, ഒരു നമ്പർ കിട്ടിക്കഴിയുമ്പോൾ, അതായത് ഒരു 2ന്റെ ഒരു പെർട്ടിക്കുലർ പവർ, അതായത് 2⁻3 നമുക്ക് അറിയാമെങ്കിൽ 2⁻4 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്
എന്ത് ചെയ്താൽ മതി, ഡബിൾ ചെയ്ത് പോയാൽ മതി. സോ ഇത് 2 2 1, 2 1, 2 2, 2 3, അതേപോലെ 2 4, 2 5, 2 6, 2 7, 2 8, 2 9, 2 10. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ മുറിക്കൽ നമുക്ക് 2 കിട്ടുന്നു. ക്ലിയർ. രണ്ടാമത്തെ പ്രാവശ്യം 4 ആവും, മൂന്നാമത്തെ പ്രാവശ്യം 8 ആവും, നാലാമത്തെ പ്രാവശ്യം 16 ആവും, അഞ്ചാമത്തെ പ്രാവശ്യം 32 ആവും, ആറാമത്തെ പ്രാവശ്യം 64 ആവും, 7 128 വരും. എട്ടാമത്തെ പ്രാവശ്യം മുറിക്കുമ്പോൾ 256, ഒമ്പതാമത്തെ പ്രാവശ്യം മുറിക്കുമ്പോൾ 512, പത്താമത്തെ പ്രാവശ്യം മുറിക്കുമ്പോൾ 1024. സോ ഇതിന് 2ൻ്റെ പവേഴ്സ് നമുക്ക് അറിയുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം. 2ൻ്റെ ഏതെങ്കിലും ഒരു പവർ നമുക്കിവിടെ 9th പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ ചോദിച്ചതിന് പകരം ചിലപ്പോൾ 8th ടൈം കട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 2⁸, അത് 256 ആണ്. നമുക്ക് ഇതുപോലെ ഈ ഒരു സംഭവം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ചോദ്യം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ അമിത് ഉണ്ട്, അതേപോലെ അവൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ള ഏജിൻ്റെ റിലേഷൻഷിപ്പാണ് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇതിൽ അമിത് ജനിച്ച സമയത്ത് അമിത്തിൻ്റെ ഫാദർ ബ്രദറിനേക്കാളും 29 വയസ്സ് കൂടുതലുണ്ട് ഫാദറിന്. സോ ഞാനതിന് തൽക്കാലം ഇങ്ങനെ എഴുതാണ്, ഫാദറിന് എന്താണ് ബ്രദറിന് വയസ്സിനേക്കാളും, അമിത്തിനപ്പോൾ ഒരു എൽഡർ ബ്രദറാണുള്ളത്, അയാളെക്കാളും എത്ര വയസ്സാണ് കൂടുതലുള്ളത്? 29 വയസ്സ് കൂടുതലുണ്ട്. ബ്രദറിന് 5 വയസ്സുണ്ടെങ്കിൽ എന്താണ് ഫാദറിനപ്പം 34 വയസ്സുണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹിസ് മദർ വാസ് 22 ഇയർ ഓൾഡർ ദാൻ ഹിസ് സിസ്റ്റർ. എന്താണ്, അമ്മയ്ക്ക് അവൻ്റെ സഹോദരിയേക്കാളും 22 വയസ്സ് കൂടുതലാണ്. അപ്പം ഞാൻ മദർ എന്ന് സൂചിപ്പിക്കാൻ എം എടുക്കുന്നു. എമ്മിൻ്റെ വയസ്സ് എങ്ങനെയാണ്? സിസ്റ്ററിൻ്റെ വയസ്സിനോട് 22 കൂട്ടണം. അതല്ല 22 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 22 കൂട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. സിസ്റ്ററിൻ്റെ വയസ്സിനോട് എത്രയും നമുക്കറിയില്ല, നമുക്ക് കണ്ടെത്തേണ്ടി വരും. ഓക്കെ, സോ അമ്മയ്ക്ക് സിസ്റ്ററിനേക്കാളും 22 വയസ്സ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇഫ് അമിത്സ് ബ്രദർ ഈസ് 5 ഇയർ ഓൾഡർ ദാൻ ഹിം. അമിത്തിൻ്റെ ബ്രദർ അമിത്തിനേക്കാളും 5 വയസ്സ് കൂടുതലാണ്. സോ അമിത്തിൻ്റെ വയസ്സ് ഞാൻ എ എന്ന് തന്നെ സൂചിപ്പിച്ചാൽ അമിത്തിൻ്റെ വയസ്സിനോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ബ്രദറിൻ്റെ വയസ്സ് കിട്ടും. അപ്പോൾ ഞാനിവിടെ എങ്ങനെ എഴുതാണ്? ബി, ബ്രദർ എന്നുള്ള അർത്ഥത്തിൽ. നമ്മളിവിടെ ബ്രദറിന് ബി എന്നാണ് സൂചിപ്പിച്ചത്. സോ ബ്രദർ ഈസ് ഈക്വൽ ടു a + 5. ദെൻ ആൻഡ് ഹിസ് മദർ ഈസ് 4 ഇയേഴ്സ് യങ്ങർ ദാൻ ഹിസ് ഫാദർ. 4 ഇയർ യങ്ങർ ദാൻ ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ? ഫാദറിൻ്റെ വയസ്സിൽ നിന്ന് 4 വയസ്സ് കുറച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സായെന്നല്ലേ. ഫാദറിൻ്റെ വയസ്സിൽ നിന്ന് 4 വയസ്സ് കുറച്ചു. ഓക്കെ, 4 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് അമ്മയുടെ വയസ്സ് കിട്ടും. ഓക്കെ, F - 4 സമം അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് ഫാദറിൻ്റെ വയസ്സിൽ നിന്ന് 4 കുറയ്ക്കാം. ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അമിത്തിൻ്റെ ഫാദറിൻ്റെ വയസ്സെന്ന് പറയുന്നത് ബ്രദറിനേക്കാൾ 29 വയസ്സ് കൂടുതലാണ്. സോ ബ്രദറിനേക്കാളും 29 വയസ്സ് കൂടുതലാണ്. അപ്പം ബ്രദറിൻ്റെ വയസ്സിനോട് 29 കൂട്ടണം അച്ഛൻ്റെ വയസ്സ് കിട്ടാൻ. ഇനി അമ്മയുടെ വയസ്സോ സഹോദരിയുടെ വയസ്സിനേക്കാൾ 22 കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ സഹോദരിയുടെ വയസ്സ് എസ് ആണെങ്കിൽ അതിനോട് എത്ര കൂട്ടണം? 22 കൂട്ടണം. ഇനി ബ്രദറിൻ്റെ വയസ്സോ അമിത്തിനേക്കാളും 5 വയസ്സ് മൂത്താണ്. സോ അമിത്തിൻ്റെ പ്രായത്തിനോട് 5 കൂട്ടിയാൽ ബ്രദറിൻ്റെ പ്രായം കിട്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മദറിൻ്റെ വയസ്സ് അമ്മയ്ക്ക് അച്ഛനേക്കാളും 4 വയസ്സ് കുറവാണ്. സോ അച്ഛൻ്റെ വയസ്സിൻ്റെ 4 കുറയ്ക്കണം അമ്മയുടെ വയസ്സ് കിട്ടാൻ. റെഡി ആണല്ലോ. ഇനി ചോദിച്ചിട്ടുണ്ട് എന്താണ്? ഹൗ ഓൾഡ് വാസ് അമിത് സിസ്റ്റർ വെൻ ഹി വാസ് ബോൺ. അമിത് ജനിച്ച സമയത്ത് അവൻ്റെ സഹോദരിയുടെ വയസ്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ജനിച്ച സമയത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. അമിത് ജനിക്കുമ്പോൾ അമിത്തിന് എത്ര വയസ്സായിരിക്കും? അമിത് ജനിച്ചിട്ടേ ഉള്ളൂ, അമിത്തിന് വയസ്സൊന്നും ആയിട്ടില്ല. അമിത്തിൻ്റെ വയസ്സ് 0 ഓക്കെ, അമിത് ജനിച്ച സമയത്ത് അമിത്തിന് വയസ്സില്ല. അപ്പോൾ ബ്രദറിന് എത്ര വയസ്സുണ്ട്? 5 വയസ്സുണ്ട്. റെഡിയല്ലേ? ബ്രദറിന് 5 വയസ്സാണെങ്കിൽ, അമിത് ജനിക്കുമ്പോൾ ബ്രദറിന് 5 വയസ്സാണെങ്കിൽ അച്ഛൻ എത്ര വയസ്സുണ്ടാവും? അമിത്തിൻ്റെ ബ്രദറിനേക്കാൾ 29 വയസ്സ് കൂടുതലാണ് അച്ഛന്. സോ ആ സമയത്ത് അമിത് ജനിച്ച സമയത്ത് ബ്രദറിന് 5 വയസ്സുണ്ടെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും
29 + 5 34 വയസ്സുണ്ടാവും. ക്ലിയർ അല്ലേ? കാര്യം എന്താണ്? അമിത്തിൻ്റെ ബ്രദറിനേക്കാളും 29 വയസ്സ് കൂടുതലാണ് അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇനി അച്ഛന് 34 വയസ്സാണ്. അച്ഛനേക്കാൾ 4 വയസ്സ് കുറവല്ലേ അമ്മയ്ക്ക്? അമ്മയ്ക്ക് അച്ഛനേക്കാൾ 4 വയസ്സ് കുറവാണ്. അപ്പോൾ അമ്മയ്ക്ക് എത്രയായി? അമ്മയ്ക്ക് 30 വയസ്സ്. റെഡിയല്ലേ? ഇനി അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് സഹോദരിയുടെ വയസ്സിനേക്കാൾ 22 കൂടുതലാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് അവൻ്റെ സഹോദരിയേക്കാളും 22 വയസ്സ് കൂടുതലാണ്. അപ്പോൾ അമ്മയേക്കാൾ 22 വയസ്സ് കുറവായില്ലേ സഹോദരിക്ക്? അല്ലേ? അപ്പം 30 നിന്ന് നമ്മൾ 22 കുറച്ച് കഴിഞ്ഞാൽ സഹോദരിയുടെ വയസ്സ് കിട്ടില്ലേ? 8. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചോദ്യം. വളരെ ഒന്ന് ലോജിക്കലായിട്ട് ആലോചിച്ചാൽ മതി. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചും കണ്ടെത്താം. സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. വളരെ എളുപ്പമാണ്. ഈ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചോദ്യത്തിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ക്വയറും ഒരു റെക്റ്റാങ്കിളും. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ചതുരം. അതിൻ്റെ പെരിമീറ്റർ, രണ്ടെണ്ണത്തിൻ്റെയും പെരിമീറ്റർ എത്രയാണ്? ചുറ്റളവ് എത്രയാണ്? 80 സെൻറ്റിമീറ്റർ വീതമാണ്. ഓക്കെ, ദെൻ അവരുടെ ഏരിയയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. സോ എനിക്കൊരു സമചതുരമുണ്ട്, അതുപോലെ തന്നെ ഒരു ചതുരവും ഉണ്ട്. ഓക്കെ, ഞാനിതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് കാണിക്കുന്നു. ഇത് സൈഡ് എ എന്ന് കാണിക്കുന്നു. സോറി, എയുടെ ലെങ്ത്ത്, ലെഗിൻ്റെ ലെങ്ത്ത് ഇച്ചിരി കൂടിപ്പോയി. എ. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പെരിമീറ്റർ എത്രയാണ്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയാണ്? നമുക്കറിയാം 4a, ചുറ്റളവാണ്, ചുറ്റുമുള്ള അളവാണ്. ഓക്കെ, 80. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും? നമുക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 20 എന്ന് കിട്ടും. ആണല്ലോ? ഇത്രയും നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ പെരിമീറ്ററോ? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 ടൈംസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ളതാണ് നമ്മുടെ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്താണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ചതുരത്തിൻ്റെ നീളം കൂട്ടണം വീതി, അത് 2 പ്രാവശ്യം നീളവും 2 പ്രാവശ്യം വീതിയും കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ചുറ്റളവ് കിട്ടുക. ഓക്കെ, അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 40 കിട്ടും അല്ല? ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ലെങ്ത്ത് നീളം പ്ലസ് വീതി എന്നുള്ളത് 40 കിട്ടും. ഇത്രയും നമുക്ക് ചോദ്യത്തിൻ്റെ ഫസ്റ്റ് ആ ഒരു സെൻറ്റൻസിൽ നിന്ന്, ഫസ്റ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ട് എന്താണ്? ഡിഫറൻസ് ഓഫ് ദെയർ ഏരിയാസ്, അവരുടെ വിസ്തീർണത്തിലുള്ള വ്യത്യാസം, വിസ്തീർണത്തിൻ്റെ വ്യത്യാസം. അപ്പം സമചതുരത്തിൻ്റെയും ചതുരത്തിൻ്റെയും വിസ്തീർണത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 100 നമുക്കറിയാം സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് a² ആണ് അല്ലേ? നീളം ഇൻറ്റു വീതി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ a ഇൻറ്റു a വരും, a² വരും. അതിൽ നിന്ന് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ആണ്, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതാണ് നമ്മുടെ ചതുരത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നമ്മളതിനെ L ഇൻറ്റു B എന്നൊക്കെ കാണിക്കും. അതെത്രയാണ്? 100 ആണ്. ഓക്കെ, ഈ സാധനം തന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് A20 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോ a² എന്ന് പറയുന്നത് 20 ഇൻറ്റു 20 400 ആണ്. 400 ഇൻറ്റു LB എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. അതിന് ഞാൻ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നെടുത്തു. ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അത് AR എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറും. സോ ഈ AR എന്ത് കിട്ടും? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ഈ 100നെ ഇക്വേഷൻ സിമ്പലിൽ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 300 കിട്ടും. ഇത്രയും നമുക്ക് ഇവിടുന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ.
റെക്റ്റാങ്കിളിൻ്റെ സൈഡ് നീളങ്ങൾ എത്രയാണെന്നുള്ളതാണ്, സൈഡ് എത്രയാണെന്നുള്ളതാണ്, ഓരോ സൈഡും എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് വേണ്ടത് അല്ലേ. നമുക്ക് ഈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 300 കിട്ടിയിട്ടുള്ളത് എന്താണ്, ലെങ്ത് ഇൻറ്റു ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ഗുണിച്ചാൽ 300 കിട്ടുമെന്നാണ് നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് മനസ്സിലായത്. ഇത് 300 ലഭിക്കണം അല്ല, ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലായത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലാണ് 300 കിട്ടുക എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 30 × 10 ചെയ്താൽ നമുക്ക് 300 കിട്ടും. ഇതൊന്നും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, 300 കിട്ടില്ല. 1 ചെയ്താലും കിട്ടില്ല, ഇത് ചെയ്താൽ കിട്ടില്ല, അതുപോലെ തന്നെ 2 ചെയ്താൽ കിട്ടില്ല, 4 ചെയ്താലും കിട്ടില്ല. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 3 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡാർക്ക് എന്നുള്ളതിന് 11, 5, 39, 25 എന്ന് കോഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോസ് എന്നുള്ളതിന് എങ്ങനെ കോഡ് ചെയ്യുന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡാർക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഡാർക്ക് DARK, ഇതിൻ്റെ പ്ലേസ് വാല്യൂസ് എത്രയൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. എത്രയാണ്, D എന്ന് പറയുന്നത് 4 ആണ്, A 1 ആണ്, R 18 ആണ്, HIJK, J കഴിഞ്ഞ് K വരുന്നതുകൊണ്ട് K 11 ആണ്. പക്ഷെ അത് കോഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കൂ, 11, 5, 39, അതുപോലെ തന്നെ 25. ഈ 4 വരുന്ന 11 ഞാൻ ഒന്ന് എഴുതാം, 5, then 39, then 25. ഇതിലോട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ് ഇത് കോഡ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാം, വളരെ എളുപ്പമാണ്. നമുക്കറിയാം 4ൻ്റെ ഡബിൾ എത്രയാണ്, 8 ആണ്. 8 പ്ലസ് എത്രയാണ്, 11. 8 + 3 ആണ് 11. അപ്പം 7 എന്ന് പറയുന്നത് ഫസ്റ്റ്, അതിൻ്റെ പ്ലേസ് വാല്യൂ 1 ആണ്. 1ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 2 ആണ്. 2 + 3 ആണ് 5. ഇവിടെ 18ൻ്റെ ഡബിൾ 36 ആണ്, അതിനോട് 3 ആഡ് ചെയ്താൽ 39 ലഭിക്കുന്നു. 11ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 22 ആണ്, പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25 ലഭിക്കുന്നു. നമുക്കറിയാം M 13 ആണ്. N എന്ന് പറയുന്നത് എത്രാമത്തെയാണ്, N 14th ലെറ്റർ ആണ് അല്ലേ. Nൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. 14ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28 ലഭിക്കും അല്ലേ. 28നോട് നമ്മൾ 3 ആഡ് ചെയ്യുന്നു. കോഡ് കണ്ടുപിടിക്കാൻ 3 ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 31 ലഭിക്കും. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം. 31ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? Nൻ്റെ കോഡ് എന്തായാലും 31 ആണ്, നമുക്ക് ഉറപ്പാണ്. കാര്യം നമ്മൾ ഈ സംഭവം അനലൈസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഗിവൺ ഡാറ്റ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ 31ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ 1. ഇത്രയും ടൈമേ ഇതിന് എടുക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാം കോഡ് ചെയ്ത് സമയം പാഴാക്കണ്ട. ഈ എത്രാമത്തെയാണ്, 5ാമത്തെയാണ്. 5ൻ്റെ ഡബിൾ 10, 10 + 3 13. 13ൽ എൻഡ് ചെയ്യുന്നു. കറക്റ്റാണ്, ക്രോസ് വെരിഫൈ ചെയ്യുകയും ചെയ്തു. സോ ദിസ് വൺ ഈസ് അവർ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഇത്രയും ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്, നമ്മൾ അവസാനത്തെ ചോദ്യം മാത്രം ആദ്യമേ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നീഡഡ് ടു ഫൈൻഡ് എ ടെലിഫോൺ നമ്പർ? ഒരു ടെലിഫോൺ നമ്പർ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ള സാധനം എന്താണ്? ഇവിടെ ബുക്കുണ്ട്, ന്യൂസ് പേപ്പറുണ്ട്, ഡിക്ഷണറി ഉണ്ട്, ഡയറക്ടറി ഉണ്ട്. അപ്പോൾ ഡയറക്ടറിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫോൺ നമ്പർ കണ്ടെത്താൻ ടെലിഫോൺ നമ്പർ ഡയറക്ടറിയാണ് നമുക്ക് ആവശ്യം. ഇനി ഡയറക്ടറിനെ എന്ത് വിളിച്ചു നോക്കിയാൽ മതി. ഡയറക്ടറി ഈസ് കോൾഡ് മാഗസിൻ. ഡയറക്ടറിനെ മാഗസിൻ എന്നാണ് വിളിക്കുന്നത്. സോ അവർ ആൻസർ ഈസ് മാഗസിൻ, ഓപ്ഷൻ 2. ഇത്രയും സമയം ഈ ചോദ്യത്തിന് എടുക്കുള്ളൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിലോജിസത്തിനെ ബേസ് ചെയ്ത് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ഇവിടെ. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4 കൺക്ലൂഷൻസും തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഓൾ ഡാൻസേഴ്സ് ആർ സിംഗേഴ്സ്. ദാറ്റ് മീൻസ് ഒരു സർക്കിൾ ഇതെന്താണ്, ഡാൻസേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതേപോലെ സിംഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റൊരു സർക്കിൾ ഇത് സിംഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, സിംഗേഴ്സ്. ദെൻ
നോ സിംഗർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. നോ സിംഗർ ഈസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റും സിംഗറും തമ്മിൽ കണക്ഷൻ ഒന്നും ഇല്ല. സെപ്പറേറ്റ് ഒരു സർക്കിളായിട്ട് തന്നെ കാണിക്കണം. ഇത് ആർട്ടിസ്റ്റിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഷൻസ് നോക്കാം. നോ ഡാൻസർ ഈസ് ആൻ ആർട്ടിസ്റ്റ്. ശരിയാണ്. ഡാൻസറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കിൾ ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഓക്കെ, ഇതാണ് ഡാൻസറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കിൾ. ഇതും ആർട്ടിസ്റ്റും തമ്മിൽ കണക്ഷൻ ഇല്ല. സോ കൺക്ലൂഷൻ 1 നമുക്ക് ട്രൂ ആണെന്ന് പറയാം. ഓൾ സിംഗേഴ്സ് ആർ ആർട്ടിസ്റ്റ്സ് അങ്ങനെ പറയാൻ പറ്റുമോ? നോ സിംഗർ ഈസ് ആർട്ടിസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് തെറ്റായ കൺക്ലൂഷനാണ്. സം ആർട്ടിസ്റ്റ് ആർ സിംഗേഴ്സ് അതും തെറ്റാണ്. നമുക്കറിയാം ബേസിക് ഡയഗ്രാം ഒക്കെ നമ്മൾ എന്താ പറയുക മിനിമം ഓവർലാപ്പിംഗ് കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ബേസിക് ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. സോ ഈ ഒരു കൺക്ലൂഷനും തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? സം സിംഗേഴ്സ് ആർ ആർട്ടിസ്റ്റ്. ഒരിക്കലുമില്ല. സിംഗേഴ്സും ആർട്ടിസ്റ്റും ഡിസ്ജോയിൻറ്റ് സെറ്റ് ആയതുകൊണ്ട് അത് കണക്ഷൻ ഇല്ല. സോ കൺക്ലൂഷൻ 1 മാത്രമാണ് ശരി. ഓൺലി 1 ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ എന്താ പറഞ്ഞിട്ട് ഓൾ റാറ്റ്സ് ആർ ക്യാറ്റ്സ്. സോ നമ്മൾ റാറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓൾ റാറ്റ്സ്. ഓൾ റാറ്റ്സ് ആർ ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ എലികളും പൂച്ചകളാണെന്നുള്ളതാണ്. സോ റാറ്റിനെയാണ് നമ്മൾ അകത്ത് വരയ്ക്കേണ്ടത്. ക്യാറ്റിനെ നമ്മൾ പുറത്ത് വലിയ സർക്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. ഇനി ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്. സോ ഡോഗ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാറ്റിനെ വരയ്ക്കണം. അപ്പം ഇങ്ങനെ ഒരു പുതിയ വലിയൊരു സർക്കിൾ നമ്മൾ പുറത്ത് വരച്ചിട്ട് ഇതിന് എന്ത് ചെയ്യുന്നു? ഡോഗ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ന് നമ്മൾ കാണിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കേണ്ടത്. റെഡിയാണല്ലോ? സോ ഇനി നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവാണ്. സം ഡോഗ്സ് ആർ റാറ്റ്സ്. സം ഡോഗ്സ് ആർ റാറ്റ്സ് ശരിയായിരിക്കും. കാര്യം എന്താണ്? ഡോഗിൻ്റെ അകത്താണ് ക്യാറ്റ്, അതിനകത്താണ് റാറ്റ്. സോ സം ഡോഗ്സ് ആർ റാറ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺക്ലൂഷൻ ട്രൂ ആണ്. ചില പട്ടികൾ എലികളാണ്. സോ ഓൾ റാറ്റ്സ് ആർ ഡോഗ്. എല്ലാ എലികളും പട്ടികളാണ്. ശരിയാണ്. ഓൾ റാറ്റ്സ് ആർ ക്യാറ്റ്സ് ആൻഡ് ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ്. സോ ഓൾ റാറ്റ്സ് ആർ ഡോഗ്സ് നമുക്ക് പറയാം. ശരിയാണ്. ഇനി നോ ക്യാറ്റ് ഈസ് എ ഡോഗ്. ക്യാറ്റും ഡോഗും ഡിസ്ജോയിൻ്റ് ആണ്, കണക്ഷൻ ഇല്ല. അങ്ങനെയാണോ ഉള്ളത്? ഡോഗിനകത്തല്ല എല്ലാ ക്യാറ്റും വന്നുള്ളത്. സോ ഇത് തെറ്റായ കൺക്ലൂഷനാണ്. ഇവിടുന്ന് തന്നെ നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. 1ഉം 2ഉം കറക്റ്റായി വരുന്ന ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് 4th കൺക്ലൂഷൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. സം ഡോഗ്സ് ആർ ക്യാറ്റ്സ്. ശരിയാണ്. സം ഡോഗ്സ് ആർ ക്യാറ്റ്സ് നമുക്കിവിടെ പറയാം. നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാം. ഇതും ശരിയായ കൺക്ലൂഷനാണ്. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ. 2 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇത്തരം ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ മിറർ ഇമേജ് ഓഫ്. ഇതെന്തായിരിക്കും? നമുക്കറിയാം മിറർ ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിററിൻ്റെ പൊസിഷൻ തന്നിട്ടില്ലെങ്കിൽ നോർമലി റൈറ്റ് സൈഡിലാണ് മിററിന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ലെറ്റേഴ്സിന് തിരിച്ചെഴുതാൻ തുടങ്ങും. സോ ക്യൂ എന്നുള്ള ലെറ്റർ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? സോ എല്ലാം അങ്ങനെ തന്നെയാണ്. എൻ തിരിഞ്ഞ് വരും. സോ ഇത് നോർമൽ എൻ ആണ്. സോ ഓപ്ഷൻ 2 എന്തായാലും നമ്മുടെ ആൻസർ അല്ല. ബാക്കി എല്ലാത്തിലും എൻ തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ എസ് തിരിയണം. ഇത് നോർമൽ എസ് ആണ്. സോ ഓപ്ഷൻ 2ഉം 3ഉം നമുക്ക് പോയി. ഓക്കെ, ഇതും എസിൻ്റെ മിറർ ഇമേജ് ആണ്. പിയുടെ മിറർ ഇമേജ് വന്നിട്ടുണ്ട്. ഡിയുടെ മിറർ ഇമേജ് കറക്റ്റാണ്. ജെയുടെ മിറർ ഇമേജ് കറക്റ്റാണ്. നമ്മളിനി 1ഉം 4ഉം മാത്രമായിട്ടാണ് നോക്കുന്നത്, വ്യത്യാസമില്ല. ദെൻ ജിയുടെ മിറർ ഇമേജും കറക്റ്റാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഓപ്ഷൻ 1ൽ നോക്കൂ, ഇയുടെ മിറർ ഇമേജ് വന്നിട്ടില്ല. സോ ഓപ്ഷൻ 1ഉം നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സോ 1 പോയി, 2 പോയി, 3 പോയി. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 4. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മിറർ ഇമേജ് വരയ്ക്കാൻ നിൽക്കണ്ട. ഓപ്ഷനിൽ എലിമിനേഷൻ വഴി നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ നമ്മൾ ടൈം കൺസ്യൂമിങ് ആകുമ്പോൾ എന്താ പറയുക, ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളാണ്, സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്, അല്ലേ? സോ മിറർ ഇമേജ് ഒന്നവിടെ കാണിച്ചിട്ടുണ്ട്, അത്രമാത്രം. ഇനി അടുത്തത്, ഈ ചോദ്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 52 മുതൽ 55 വരെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിനെ പിക്ചോറിക്കൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക്
ഓരോന്നായിട്ട് വായിച്ച് നോക്കാം. ഇൻ എ കോളേജ് ദ ലൈബ്രറി ഈസ് 300 meters ടു ദ നോർത്ത് ഓഫ് ഓഫീസ് റൂം. സോ ഇവിടെ ഓഫീസ് ഉണ്ടെന്ന് വെച്ചോളൂ. ഇത് 100, ഇത് 200, 300 meters. ഇത് ലൈബ്രറി. ഓക്കെ. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 300 meter നോർത്ത് ഓഫ് ദ ഫിസിക്സ്. നമുക്ക് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് അറിയില്ല, മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. ദെൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 500 meter ഈസ്റ്റ് ഓഫ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പോഴും. ലാബ് ഈസ് 200 meters ഈസ്റ്റ് ഓഫ് ദി ഓഫീസ് റൂം ആൻഡ്. ഓക്കെ, ലാബ് ഈസ് 200 meters ഈസ്റ്റ് ഓഫ് ദി ഓഫീസ് റൂം. നമുക്കറിയാം ഇവിടെ ഓഫീസാണ്. സോ ഓഫീസിൽ നിന്ന് 100 meters, ദെൻ 200 meters. ഇവിടെ എന്താണ്? ഇവിടെ ലാബാണ്. ഓക്കെ, ഇത് ലാബാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ലൈബ്രറിയാണ്. ഓക്കെ, ഇനി ആൻഡ് 400 meter ടു ദ നോർത്ത് ഓഫ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് 400 meter വടക്കാണ് എന്ത് ലാബ് സ്ഥിതി ചെയ്യുന്നത്. സോ 100, 200, 300, ഓക്കെ 400. ഇവിടെയാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. കെമിസ്ട്രി. ഓക്കെ, CH. ഇനി നമ്മളോട് പറയേണ്ടത് ഇത് 400 ആണല്ലോ. ഞാനിവിടെ 4 എന്ന് എഴുതുന്നുള്ളൂ, ഇവിടെ 2 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ട് എന്താണ്? കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 500 meter ഈസ്റ്റ് ഓഫ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 500 meter ഈസ്റ്റിലാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. സോ നമ്മൾ ഇങ്ങോട്ട് 500 meters മാർക്ക് ചെയ്തിട്ട് ഇത്രയും 200, കാര്യം എന്താ ഇവിടെ 200 എന്ന് വന്നിട്ടുണ്ട്. സോ 100, 200, 300 അറൗണ്ട് ഈ ഒരു പൊസിഷനിൽ ഇവിടെ എന്ത് വരും? നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വരും അല്ലേ? ഇനി നമുക്ക് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 300 meter നോർത്ത് ഓഫ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ 300 വരണം. അപ്പോൾ ഇത്രയും വരണോ? ഈ ഓഫീസിന് നേരെ വരണോ? വേണ്ട, ഇവിടെ 1, 2, 3 ഈ ഒരു ലെവലിൽ വന്നാൽ മതി. സോറി, ചരിഞ്ഞു പോയി. 100, 200, 300. ഇതെന്താണ്? മാത്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ നമ്മൾ ഈ ഒരു പിക്ചറിൻ്റെ റെഫറൻസ് ആക്കി എടുത്തിട്ടാണ് ഇനി വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ നോക്കുക. വിച്ച് ഓഫ് 2 places ആർ ദ ഫാർദസ്റ്റ്? ഏറ്റവും ദൂരത്തിൽ വരുന്നത് ലൈബ്രറി ആൻഡ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ലൈബ്രറി ഇവിടെയാണ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒന്ന് ഈ ചിത്രം ഒന്ന് പകർത്തിയെടുത്തിട്ട് അടുത്ത ചോദ്യങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. സോ ഇത് 300 meters ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ നമ്മൾ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഏതാണ്? ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 200 meter നോർത്ത് ഓഫ് ദി ഓഫീസ് റൂം. സോ ഇത് 100, 200 ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, സോ ലൈബ്രറിയും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു മട്ടത്രികോണമൊക്കെ കിട്ടും. സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് 300 + 400 ഇവിടെ 700 സ്ക്വയർ + 300 സ്ക്വയർ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഡിസ്റ്റൻസ്. നമ്മളോട് ചോദിച്ചുള്ള അടുത്ത ഓപ്ഷൻ എന്താണ്? ലൈബ്രറിയും ഫിസിക്സ് ലാബുമാണ് ഒന്ന്. രണ്ടാമത്തെ ഓപ്ഷനിൽ ലൈബ്രറിയും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ലൈബ്രറിയും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും ഈ ഒരു ദൂരമാണ് ഉള്ളത്. ഓക്കെ, അത് കമ്പയർഡ് ടു ദിസ് ഡിസ്റ്റൻസ് കുറവായിരിക്കും. കാരണം മട്ടത്രികോണത്തിൻ്റെ ലംബം ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിലും ബേസ് കുറവാണ്. ഇവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ബേസ് കുറവായതുകൊണ്ട് അപ്പോഴും ഈ ഒരു ഫിസിക്സ് ലൈബ്രറി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് മുന്നിൽ വരുന്നത്. അപ്പം ഓപ്ഷൻ 2 നോക്കണ്ട. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതാ നമുക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. സോ ഈ ഡിസ്റ്റൻസ് ആണ്. അത് ഫിസിക്സ് ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറി ഡിസ്റ്റൻസിനേക്കാളും കുറവാണ്. ഇനി അടുത്തത് ലാബ് ആൻഡ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഓപ്ഷൻ 4 വരുന്ന ലാബ്. ലാബ് എവിടെയാണ്? ലാബ് ആൻഡ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ, ഈ ഡിസ്റ്റൻസേ ഉള്ളൂ. 4 + 5, 5 സ്ക്വയർ + 4 സ്ക്വയർ. ഇവിടെ 7 സ്ക്വയർ + 3 സ്ക്വയർ ആണ്. സോ ഏറ്റവും കൂടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സോ നമ്മുടെ ആൻസർ എന്താണ്?
ആൻസർ 1 ആയിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് പ്ലേസസ് ആർ ഇൻ സ്ട്രൈറ്റ് ലൈൻ? ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ലൈബ്രറി. അല്ല, ഫിസിക്സ് മാത്സ് സ്ട്രൈറ്റ് ലൈനിലാണ്, ലൈബ്രറി അല്ല. ലൈബ്രറി ഇംഗ്ലീഷ് ഓഫീസ് സ്ട്രൈറ്റ് ലൈനിലാണ് വരുന്നത്. നമുക്ക് അങ്ങനെ നോക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ലൈബ്രറി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസ്. സോ ദിസ് വുഡ് ബി ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. സോ ആ പിക്ചർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈബ്രറി ആൻഡ് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ്? നമ്മൾ വീണ്ടും ചിത്രത്തിലേക്ക് വരിക. നമുക്കറിയാം ലൈബ്രറി ഇവിടെയാണ്, മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ്. സോ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറും അല്ലേ. ഇവിടെ 300 + 100 400 ആണ് ഒരു സൈഡ് വരിക. ഈ ഒരു സൈഡ് 300 ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടോട്ടൽ 500 മീറ്റേഴ്സ് ആയിരുന്നു. ഇത് ടോട്ടൽ കെമിസ്ട്രിയും ഫിസിക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 മീറ്റേഴ്സ് ആയിരുന്നു. അതിൽ നിന്ന് ഈ 200 ലാബ് ഓഫീസ് ഈ ഒരു ഡിസ്റ്റൻസ് 200 മാറ്റിക്കഴിഞ്ഞാൽ ഇത് 300 വരും. 300 400 3 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഇത് എത്രയായിരിക്കും? 500 ആയിരിക്കും. സോ അവർ ആൻസർ എത്രയാണ് വരുന്നത്? 500 മീറ്റേഴ്സ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇനി അടുത്തത്, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ലാബ് ഫ്രം ദി മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ്? മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ലൈബ്രറി ലാബ് ഏത് ഡയറക്ഷനിലാണ്? ഇതാണ് മാത്സ്, ഇതാണ് ലാബ്. ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത്. ഈ ഒരു ഡയറക്ഷൻ. ഇതേതാണ് ഡയറക്ഷൻ? ഏതാണ് ഡയറക്ഷൻ നിങ്ങൾ നോക്കൂ. ലാബ് ഫ്രം മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ഡയഗ്രം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം നേരത്തെ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് 4 ഓപ്ഷൻസ് 1 2 3 4 തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് റിലേഷൻഷിപ്പ് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫീമെയിൽ മദേഴ്സ് ഡോക്ടേഴ്സ്. സ്ത്രീകൾ, അമ്മമാർ, ഡോക്ടർമാർ. നമുക്കറിയാം എന്താണ്, എല്ലാ അമ്മമാരും എന്താണ്? സ്ത്രീകളാണ്. സോ ഓൾ മദേഴ്സ്, ദിസ് വൺ മദേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ദിസ് വൺ സ്ത്രീകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഡോക്ടർമാർ. ഡോക്ടർമാർ എന്ന് പറയുമ്പം അതിൽ ഫീമെയിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ അമ്മമാർ കുറച്ച് പേര് അമ്മമാരുണ്ടാവും, മെയിൽ ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. അതിൽ ഈ ഒരു ഭാഗം എന്താണ്? മെയിൽ ഡോക്ടേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ ഫീമെയിൽ ഡോക്ടേഴ്സിനെയാണ്. അവരെന്തല്ല, അമ്മമാരല്ലാത്ത ഫീമെയിൽ ഡോക്ടേഴ്സിനെ. ഇത് ഫീമെയിൽ ഡോക്ടേഴ്സിൽ തന്നെ അമ്മമാരായിട്ടുള്ളവരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മദേഴ്സ്, ഡോക്ടേഴ്സ്, ഫീമെയിൽ സ്ത്രീകൾ, അതുപോലെ ഡോക്ടേഴ്സ്. ഏതാണ് നമ്മുടെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരെ 56-ന്. ദെൻ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ആപ്പിൾ. നമുക്കറിയാം ആപ്പിൾ എന്താണ്? ഫ്രൂട്ടാണ്. ഫ്ലവർ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ആൻസർ വരെ. നെക്സ്റ്റ് ഡോഗ്സ്, പെറ്റ്സ്, ക്യാറ്റ്സ്. നമുക്കറിയാം പെറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്താൽ അതിൽ ഡോഗിനെയും കാണാം, ക്യാറ്റിനെയും കാണാം. രണ്ടും തമ്മിൽ കണക്ഷനൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഓപ്ഷൻ 4 ആയിരിക്കും നമ്മുടെ ആൻസർ. റെഡിയാണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ഇവിടെ നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഓഫ് ന്യൂമറൽസ് ആൻഡ് സിമ്പിൾസ്? അതായത് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ സിമ്പിൾ എന്ന് പറയുന്ന എത്രയാണ്? സംഖ്യകളും ചിഹ്നങ്ങളും തമ്മിലുള്ള അംശബന്ധം. ഈ ഒരു റേഷ്യോ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സംഖ്യയോ ചിഹ്നങ്ങളോ ആവർത്തിച്ചാൽ അത് ഒരെണ്ണമായിട്ട് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ ഈ ശ്രേണി നോക്കുമ്പോൾ സമയത്ത് നമുക്ക് കാണാം ഇവിടെ 3 വന്നിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ഒരു നമ്പറായിട്ട് കൗണ്ട് ചെയ്യാം. ഇവിടെ 2 പ്രാവശ്യം സ്റ്റാർ സിമ്പിൾ വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഒരു സിമ്പിളായിട്ട് കൗണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എത്രയാണെന്നുള്ളതാണ്. സോ നമുക്ക് ആദ്യം ന്യൂമറൽസ് നമ്പേഴ്സിൻ്റെ എണ്ണമാണ് എടുക്കേണ്ടത്. ഇവിടെ 4 6 7 3 8 2. നേരത്തെ 3 വന്നു, അതുകൊണ്ട് 3 ഇനി കൗണ്ട് ചെയ്യേണ്ട, 9. ഓക്കെ, ഇത്രയും ന്യൂമറൽസ് ആണുള്ളത്. 1 2 3 4 5 6 7 നമ്പേഴ്സ് ആണുള്ളത്. സോ 7:2 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ സിമ്പിൾസിൻ്റെ കൗണ്ടും എടുത്തേ പറ്റൂ. ഓക്കെ, സിമ്പിൾസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? 1 ഞാനിവിടെ മുകളിൽ മാർക്ക് ചെയ്യാം, അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമാവും. 1 2 3 4 5. ഇത് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 6. കാര്യം എന്താണ്? നമ്മളിവിടെ ഓൾറെഡി സ്റ്റാറിനെ കൗണ്ട് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാർ കൗണ്ട് ചെയ്യാത്തത്. ദെൻ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്.
ഡോളർ സിമ്പിൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. @ സിമ്പിൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഡോളർ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും വിട്ടുപോയോ? 1 2 3 4 5 6 അല്ലേ? ഇത്രയാണുള്ളത്. സോ 7:6 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇതേ സീരീസ് ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ചോദ്യം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഹൗ മെനി ലെറ്റേഴ്സ് ഹാവ് എ സിമ്പിൾ എയ്തർ ഓൺ ദെയർ ലെഫ്റ്റ് ഓർ ഓൺ ദെയർ റൈറ്റ്? ഇടതുവശത്തോ വലതുവശത്തോ ചിഹ്നങ്ങളുള്ള എത്ര അക്ഷരങ്ങളുണ്ട്? അതായത് ഒരു അക്ഷരത്തെ നമ്മൾ ഒരു ലെറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ സിമ്പിൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ പി, അതിൻ്റെ റൈറ്റ് സൈഡിൽ സ്പെഷ്യൽ ക്യാരക്ടർ, അതേപോലെ ക്യൂ ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടർ സിമ്പിൾ ഉണ്ട്, അതുപോലെ എഫ് സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് ഒരു സൈഡിൽ, കെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്, ഡി അതിൻ്റെ റൈറ്റ് സൈഡിൽ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്, അതുപോലെ എൻ ലെഫ്റ്റ് സൈഡിൽ സ്പെഷ്യൽ ക്യാരക്ടർ സിമ്പിൾ ഉണ്ട്, അതേപോലെ പി റൈറ്റ് സൈഡിൽ സിമ്പിൾ ഉണ്ട്, അതുപോലെ ജെ ലെഫ്റ്റ് സൈഡിൽ സിമ്പിൾ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ക്യൂവിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും സിമ്പിൾസ് ഉണ്ട്, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ഇനി നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8. സോ ഓപ്ഷൻ 3 ഈസ് അവർ ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി ലെറ്റേഴ്സ് ഹാവ് നമ്പർ ഓൺ ദെയർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിച്ച് വൺ ആഡഡ് ടുഗദർ മേക്ക് എ ടോട്ടൽ ഓഫ് 10? അതായത് ഇടതുവശത്തും വലതുവശത്തുമുള്ള സംഖ്യകൾ കൂട്ടിയാൽ 10 വരുന്ന രീതിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അതായത് ഒരു അക്ഷരം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്പേഴ്സ് ആയിരിക്കും, രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്തായിരിക്കും? 10 ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മൾ നോക്കുക, എ എന്ന് പറയുന്ന ഒരു ലെറ്റർ, അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ 10 ആണ് കിട്ടുക. അതേപോലെ എൻ 7 + 3 10 ആണ്. പിന്നെ ഇങ്ങനെ പോയിട്ട് 8 + 2 10 ആണ്. ഇതുപോലെ വേറെ ലെറ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. സോ അങ്ങനെയുള്ള 3 ലെറ്റേഴ്സാണ് ഉള്ളത്. ഓക്കെ, ആൻസർ എ. റെഡിയല്ലേ? വേറെ ലെറ്റേഴ്സ് ഒന്നുമില്ല. റൈറ്റിലും ലെഫ്റ്റിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്താൽ 10 കിട്ടുന്ന വേറെ ലെറ്റേഴ്സ് ഒന്നുമില്ല. സോ ദി ആൻസർ ഈസ് എ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായിട്ടുണ്ടാകും. കൂടുതൽ ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും ഗുഡ് ബൈ.